ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒന്നാമത്തെ ഓണമല്ലേ, അപ്പൊ നമുക്കൊരു കഥ പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്താൽ മതി. കമന്റില് ഒരു 5 ബ്ലാക്ക് വേർഡ്സ് ഇട്ട് തന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഓണത്തിന്റെ ഐതിഹ്യത്തിന്റെ ഒരു കഥയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പണ്ട് വളരെ പണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മഹാബലി എന്ന് പറഞ്ഞൊരു രാജാവ് ഭരിച്ചിരുന്നു. അക്കാലത്ത് എല്ലാ ജനങ്ങളും നല്ല സന്തോഷത്തിലായിരുന്നു. മാവേലി നാട് വനിതും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ജാതിയുമില്ല, എല്ലോളമില്ല പൊലിവാചനം. സമ്പൽ സമൃദ്ധിയിൽ മടിമറന്ന ജനങ്ങളാരും തന്നെ ദേവന്മാരെ ഓർത്തുപോലുമില്ല. ഇതിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞു. മഹാവിഷ്ണു ഒരു കൊച്ചു വാമനന്റെ വേഷം ധരിച്ച് മഹാബലിയുടെ അടുത്തു ചെന്നു. തനിക്ക് പ്രാർത്ഥിക്കാൻ മൂന്നതിമണ്ണ് മഹാവാമനൻ ആവശ്യപ്പെട്ടു. ദാനശീലനായ മഹാബലി മൂന്നതിമണ്ണ് അളഞ്ഞെടുക്കാനുള്ള അനുവാദം നൽകി. തൊട്ടടുത്ത നിമിഷം ആകാശത്തോളം വലുതായ വാമനൻ രണ്ടടി കൊണ്ട് തന്നെ ഭൂമിയും ആകാശവും എല്ലാം അളന്നെടുത്തു. മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ചോദിച്ച വാമനന് മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. പാതാളത്തിലേക്ക് താഴുന്നതിനു മുൻപേ മഹാബലി ചോദിച്ചു, എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന്